നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ദുആഇനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെയധികം ഫലം ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ദുആ. എന്തിനു വേണ്ടിയുള്ള ദുആ എന്നറിയോ? കടം വീടാനുള്ള ദുആ. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കടമില്ലാത്ത ഒരാളുമില്ല തന്നെ. ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരാണ്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വിസക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊടുത്ത് ചതിയിലും വഞ്ചനയിലും പെട്ട് ഓൺലൈൻ ട്രേഡിങ്ങുകളിലൊക്കെ പെട്ട് വലിയ വലിയ ഭീമമായ കടങ്ങളുടെ അകത്തകപ്പെട്ട് കടങ്ങളിൽ അകപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ തകർന്നു പോയവരാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദുആഇനെ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണയെങ്കിലും ചൊല്ലലിനെ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ആ കടം വീട്ടാനുള്ള വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരും എന്ന അനുഭവമുള്ള ഒരു അമലാണത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും കടം വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും. കാരണം അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആ ആണ്, നമുക്കറിയാവുന്ന ദുആ ആണ്. നിങ്ങളിൽ പലരും അത് ചൊല്ലുന്നവരായിരിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ദുആ കാണാതെ അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് എത്ര കടങ്ങളുണ്ട്? നമ്മൾ മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ 60 ലക്ഷം കടമുള്ളവർ, 40 ലക്ഷം കടമുള്ളവർ, 1 കോടിയിലധികം കടമുള്ളവരൊക്കെ എഴുതി അറിയിച്ചിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെയൊക്കെ വലിയ കടബാധ്യതകൾ നമ്മൾ ചെയ്യുന്ന അമല് കാരണമായിട്ട് അള്ളാഹു വീട്ടാനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ നമ്മളറിയാത്ത രൂപത്തിൽ തുറന്നു തരട്ടെ എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദുആ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ കൃത്യമായിട്ടത് കേൾക്കുക. നമുക്കൊക്കെ അറിയാവുന്ന ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. വളരെ പവർഫുൾ ആയിട്ടുള്ള ദുആ. ഈ ദുആ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലലിനെ പതിവാക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ നമ്മൾ എത്ര വലിയ കടബാധ്യതകളിലാണെങ്കിലും അത് വീട്ടാനുള്ള വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ദുആ ആണ് ഈ ദുആ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ അവിടെ അബൂ ഉമാമ എന്ന പേരുള്ള സ്വഹാബി വര്യൻ അവിടെ ഇങ്ങനെയുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിസ്കാര സമയമല്ലാത്ത സമയത്താണ് പള്ളിയിലുള്ളത്. വിഷമത്തിലും പ്രയാസത്തിലുമാണ് ഉള്ളത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിസ്കാര സമയമല്ലാത്ത സമയത്തും പള്ളിയിൽ കാണുന്നല്ലോ, എന്തു പറ്റി അബൂ ഉമാമ എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥതയോടുകൂടെ വേദനയോടുകൂടെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണെന്നറിയോ? അബൂ ഉമാമ തങ്ങൾ പറയാണ്, എനിക്ക് ധാരാളം കടങ്ങളുണ്ട്, എനിക്ക് ധാരാളം ടെൻഷനുണ്ട്. നിങ്ങൾ നോക്കൂ, ചോദിക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറയുന്നതാരാണ്? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുത്തുനബി തങ്ങൾ ഒരു കാര്യം പരിഹാരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം അബൂ ഉമാമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, കടാണ്, ടെൻഷനാണെന്ന്. ഇനി ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും മുത്തുനബി തങ്ങൾ നിങ്ങളോടാണ് ചോദിച്ചതെന്ന് സങ്കല്പിക്കുക. നിങ്ങളാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നിങ്ങളാണ് കടങ്ങളുള്ളതോടുകൂടെ നിലനിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അബൂ ഉമാമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനൊരു ദുആഇനെ പഠിപ്പിച്ചുതരാം. ആ ദുആ
പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു കടങ്ങൾ വീട്ടിത്തരും എന്ന് അബൂ ഉമാമ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദുആ ആണ് ഈ ദുആ: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹരി റിജാൽ. ഇതങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ഉമാമ തങ്ങൾ ഹബീബായ തങ്ങളിൽ നിന്നും കിട്ടിയൊരു ദുആ അല്ലേ, ഈ ദുആ ഞാനങ്ങ് പതിവാക്കിയാൽ എൻ്റെ കടം വീടും എന്ന വിശ്വാസത്തോടു കൂടെ തന്നെ അങ്ങ് ചൊല്ലി. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. നിങ്ങളോടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കടം വീടും, വേറെ ഒന്നും അതിലേക്ക് നോക്കണ്ട. ഇത് ചൊല്ലിയാൽ എങ്ങനെ കടം വീടുക? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ പൈസ എത്തുമോ? റൂമിൽ പൈസ ആരെങ്കിലും കൊണ്ടുവന്നരോ? ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ്, ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ തലയിണയുടെ ഇടയിൽ ക്യാഷ് ഉണ്ടാവുമോ? പണത്തിൻ്റെ കെട്ടുണ്ടാവുമോ? ഇങ്ങനെ അലമാരയുടെ ഉള്ളിൽ പൈസ അങ്ങോട്ട് മുളച്ചു വരുമോ? ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ റബ്ബ് നമുക്കതിനുള്ളൊരു വഴി തുറന്നു തരും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നമുക്ക് ഒരു വഴി അള്ളാഹു തുറന്നു തരും, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. ഇത് ഉറപ്പാണ്. ഇത് പവർഫുള്ളായ ആമലാണ്. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വളരെ ആത്മാർത്ഥമായിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലാൻ പറഞ്ഞതുപോലെ ഈ ദുആ അങ്ങനെ ചൊല്ലുകയാണ്. അബൂ ഉമാമ തങ്ങൾ അനുഭവം പറയുന്നുണ്ട്. ഈ ദുആ ചൊല്ലിയതിൻ്റെ ശേഷം ഫഖളാ അന്നി ദൈനി, അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിത്തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം കൊണ്ട് ബുദ്ധിമുട്ടിയ, കടം കൊണ്ട് വലഞ്ഞ, വലിയ പ്രയാസം അനുഭവിക്കുന്ന അബൂ ഉമാമ തങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും അത് ചൊല്ലിയപ്പോൾ അബൂ ഉമാമ തങ്ങളുടെ കടം വീടിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്കത് വിശ്വാസയോഗ്യമല്ലേ? അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ ഈ ദുആനെ പതിവാക്കിയത്. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിൽ പല ഉസ്താദുമാരും ഇത് ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിർദുൽ ലത്തീഫിലെ മഹാനരായ അബ്ദുല്ലാഹി ബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ദുആനെ കൊണ്ടുവരുന്നുണ്ട്. വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരാൻ ഈ ദുആ ഒരു കാരണമാണ്. ഈ എല്ലാ കടങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട് സാമ്പത്തികമായിട്ട് ചതികളിൽ പെടുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ അനുഭവത്തിൻ്റെ കയ്പുനീർ കുടിച്ചിറക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളോട് സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിയോടുകൂടെ മധുരവാക്കുകൾ പറഞ്ഞ് നാളെ തരാം, അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് 20 ലക്ഷം കൊണ്ടുപോയവർ, 5 ലക്ഷം കൊണ്ടുപോയവർ, 1 ലക്ഷം കൊണ്ടുപോയവർ, 2 ലക്ഷം കൊണ്ടുപോയവർ, സ്വർണം കൊണ്ടുപോയവർ, ഇന്നും തിരിച്ചു തരാതെ കളിപ്പിച്ച് നടക്കുന്നവരില്ലേ? ഉണ്ടായിട്ടും തരാത്തവരില്ലേ? അവരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇല്ലായ്മയിൽ നിന്നും തരാൻ കഴിയാതെ നിസ്സഹായമായി കഴിയുന്നവരെ കുറിച്ചല്ല. ഉണ്ടായിട്ടും തരാതെ കളിപ്പിച്ച് നടക്കുന്നവരില്ലേ? ആ ക്യാഷ് നിങ്ങൾക്ക് ഇന്നും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹം സുഖസുന്ദരമായിട്ട് നടത്താൻ സാധിച്ചിരുന്നില്ലേ? നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുമായിരുന്നില്ലേ? നല്ലൊരു കച്ചവടം തുടങ്ങാൻ കഴിയുമായിരുന്നില്ലേ? എല്ലാ മാസവും പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയവരില്ലേ? ജ്വല്ലറിയിലും മറ്റുമൊക്കെ ബിസിനസ്സിലേക്ക് ഇടാനാണെന്ന് പറഞ്ഞ് ജ്വല്ലറിക്കാർ ചോദിച്ചിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ഉമ്മമാരില്ലേ? സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോൾ തീർച്ചയായും നമ്മൾ 100 വട്ടം ആലോചിച്ചതിൻ്റെ ശേഷം മാത്രമേ ഇടപെടാൻ പറ്റുകയുള്ളൂ, ഇടപെടേണ്ടതുള്ളൂ. പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും മധുരവാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ സമ്പാദിച്ചതോ നമ്മുടെ സ്വത്തായിട്ടുള്ളതോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ കണ്ണുനീർ കുടിക്കേണ്ടി വരും. ഇത് മറ്റുള്ളവരെ സഹായിക്കരുത് എന്നതല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് അനുഭവിക്കുന്നവർക്ക് ഇത് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കുടുംബജീവിതം തകർന്നു പോയവരുണ്ട്, രക്തബന്ധം തകർന്നു പോയവരുണ്ട്, ആങ്ങളെയും പെങ്ങളും പിണങ്ങി നിൽക്കുന്നവരുണ്ട് ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് 100 വട്ടം ആലോചിച്ച് നമ്മൾ തീരുമാനിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ കൊടുക്കാവൂ. ഞാൻ മുമ്പ് ഈ വിഷയം ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു വലിയ വിഷമം പറഞ്ഞു. അയാളുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ക്യാഷ് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കാതെ വല്ലാതെ കബളിപ്പിച്ച് നടക്കുന്നു. അദ്ദേഹം വണ്ടി എടുക്കുന്നുണ്ട്, അദ്ദേഹം വീട്ടിൽ നല്ല പണികൾ, ജോലികൾ, വീട്ടിൽ അപ്സ്റ്റെയറൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു 2 ലക്ഷം രൂപ നൽകാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാൾക്ക് ഒരു 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് വന്ന് ചോദിച്ചത്. 2 മാസം കൊണ്ടൊന്നും ഒരിക്കലും തരാൻ കഴിയണം എന്നില്ല. എന്തു പറഞ്ഞാലും ചിലപ്പോൾ തന്നേക്കാം, തരാൻ കഴിയണമെന്നില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമില്ല, കുറച്ച് കാലം ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയാലും മതി എന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുത്താലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത രൂപത്തിൽ കൊടുക്കുമ്പോൾ ഭൂരിഭാഗവും അതിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, പലിശയുമായി ബന്ധപ്പെട്ട ഒരാളും ഇന്ന് വരെ നടുനിവർന്ന് നടക്കാൻ സാധിച്ചിട്ടില്ല. അതവൻ്റെ ജീവിതത്തെ ടെൻഷനിലേക്കും ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും എത്തിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പലിശയുമായി ഒരു കാരണവശാലും ബന്ധപ്പെടരുത്. അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.